നമസ്കാരം. ഇന്ത്യയിൽ നിന്ന് കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകണമെങ്കിൽ വാലിഡിറ്റി ഉള്ള ഒരു സിം അത്യന്താപേക്ഷിതമാണ്. കാരണം റേഷൻ കടയിൽ മുതൽ ബാങ്കിലും ആശുപത്രിയിലും വരെ മൊബൈൽ നമ്പർ നൽകേണ്ടതുണ്ട്. ചിലർ പണ്ട് ഉപയോഗിച്ചിരുന്ന സിം ഇപ്പോഴും കൊണ്ടു നടക്കുന്നതിന് ഒരു കാരണമുണ്ടെങ്കിൽ അതിന് കാരണം മൊബൈൽ നമ്പർ ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം നൽകിയിട്ടുള്ളത് ആ പഴയ നമ്പറാണ് എന്നതിനാൽ മാത്രമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളുകൾ ഇന്ന് സെക്കൻഡറി സിം ഉപേക്ഷിക്കുന്നത് കൂടുന്നുണ്ട്. അതിന് ആളുകളെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഒരു സിം എല്ലാ ആനുകൂല്യങ്ങളും സഹിതം റീചാർജ് ചെയ്യണമെങ്കിൽ ഒരു മാസത്തേക്ക് കുറഞ്ഞത് 200 രൂപയ്ക്ക് മുകളിലാകും. സ്വകാര്യ കമ്പനികൾ 2024 ജൂലൈയിൽ മൊബൈൽ താരിഫുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ റീചാർജ് ചെലവും വൻതോതിൽ ഉയർന്നു. ഒരു സിം ഉപയോഗിക്കാൻ തന്നെ നല്ലൊരു തുക വേണ്ടിവരുന്ന സാഹചര്യത്തിൽ സെക്കൻഡറി സിം വേണ്ടെന്നുറപ്പിക്കാൻ പലരും നിർബന്ധിതരാകുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ പ്രൈമറി സിം തന്നെ റീചാർജ് ചെയ്യാൻ കാശില്ലാതെ വിഷമിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് മാസം റീചാർജിന് ഒരു 200 അല്ലെങ്കിൽ 300 രൂപ മുടക്കാൻ കാശില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം. എന്നാൽ കാശുള്ളവരുടേത് മാത്രമല്ല, പാവങ്ങളുടേത് കൂടിയാണ് ഇന്ത്യ. സാധാരണക്കാർക്ക് ഒരുപാട് പേർ വാലിഡിറ്റി നിലനിർത്തി ഇൻകമിംഗ് സൗകര്യമെങ്കിലും ലഭിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റീചാർജ് ചെയ്യാതെ ഇൻകമിംഗ് വരെ കട്ട് ചെയ്യപ്പെട്ട മൊബൈൽ ഉപയോക്താക്കൾ ഇപ്പോഴും ധാരാളം പേരുണ്ട്. മൊബൈൽ റീചാർജ് പ്ലാനുകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ഡാറ്റ, കോളിംഗ് സൗകര്യം, SMS, OTT സബ്സ്ക്രിപ്ഷനുകൾ ഇവയെല്ലാം അടങ്ങുന്ന പ്ലാനുകൾ വേണ്ടവർക്ക് മാത്രമായിട്ടുള്ളതാണ് അവ. വാലിഡിറ്റി നിലനിർത്താനും ഇൻകമിംഗ് ലഭിക്കാനും ആഗ്രഹിക്കുന്ന പാവങ്ങൾക്ക് ചീപ്പ് റേറ്റിൽ അവ നൽകുന്ന പ്ലാനുകളും വേണം. ഇന്ത്യയിൽ ഇന്ന് ചീപ്പ് റേറ്റിൽ വാലിഡിറ്റിയും ടെലികോം സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിൽ BSNL എന്ന സ്ഥാപനത്തോളം ഉദാരത മറ്റൊരു ടെലികോം കമ്പനിയും കാണിച്ചിട്ടില്ല. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ BSNL പ്രീപെയ്ഡ് പ്ലാനുകളിൽ ഒന്നാണ് 91 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാന്. പാവങ്ങളോട് അത്ര കരുതലാണെങ്കിൽ സൗജന്യമായി നൽകിക്കൂടെ എന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം. ഒരു സേവനവും പൂർണ്ണമായി സൗജന്യമായി നൽകാൻ ടെലികോം കമ്പനികൾക്ക് അനുവാദം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മറ്റ് കമ്പനികൾ അതിനെതിരെ പരാതി നൽകാൻ കഴിയും. ഇവിടെ 91 രൂപ എന്നത് താരതമ്യേന ചെറിയ നിരക്ക് നൽകി വാലിഡിറ്റി നിലനിർത്താൻ സാധാരണക്കാർക്ക് ഈ പ്ലാൻ അവസരം ഒരുക്കുന്നുണ്ട്. 91 രൂപയുടെ BSNL പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ കുറഞ്ഞ ചെലവിൽ ആളുകൾക്ക് വാലിഡിറ്റി നിലനിർത്താൻ സഹായിക്കുന്ന പ്ലാനാണിത്. 60 ദിവസം വാലിഡിറ്റി ഈ പ്ലാനിൽ ലഭിക്കും. കോളുകൾ മിനിറ്റ് 15 പൈസ നിരക്കിലും, ഡാറ്റ ഒരു MPക്ക് 1 പൈസ നിരക്കിലും, SMS ഒരെണ്ണത്തിന് 25 പൈസ നിരക്കിലും ഈടാക്കും. ദിവസം 1 രൂപ 51 പൈസയാണ് ഈ പ്ലാനിന്റെ ചിലവ് വരുന്നത്. ഇഷ്ടം പോലെ ഡാറ്റ, അൺലിമിറ്റഡ് കോളിംഗ്, ധാരാളം SMS എന്നിവ ആവശ്യമുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ ധാരാളം പ്ലാനുകൾ അവതരിപ്പിക്കാൻ ആർക്കും സാധിക്കും. എന്നാൽ കുറഞ്ഞ ചിലവിൽ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ BSNLന്റെ 91 രൂപയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള യോഗ്യതയുള്ള മറ്റു പ്ലാനുകൾ കാണാൻ സാധിക്കുമായിരുന്നു.